എയർഫോഴ്സ് ഗ്രൂപ്പ് ബൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഒരു ചോദ്യമാണിത്. ഇതും വർക്കും ടൈമൊക്കെ ആയിട്ടുള്ള ബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാണ്. ഇത് കുറച്ചും കൂടി ചെറിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ 9 days and 18 days റെസ്പെക്റ്റീവ്ലി. They worked together. However, 3 days before the completion of the work, A left. In how many days was the work completed? എനും ബിനും, എയും ബി ഒക്കെ ഒരാളാണ്. അവർക്കൊക്കെ ഒരു വർക്ക് പൂർത്തിയാക്കാൻ എന് 9 ദിവസവും ബിന് 18 ദിവസവും മതി. എന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 ദിവസവും ബിന് അതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ദിവസം മതി. ഇനി ക്വസ്റ്റ്യനിലെ അടുത്ത സെൻറ്റൻസ് പറയുന്നത് ദേ വർക്ക്ഡ് ടുഗെദർ. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. എന്നിട്ട് പണി തീരണതിൻ്റെ 3 ദിവസം മുന്നേ തന്നെ എ ലെഫ്റ്റായി പോയി. ഇനി അവിടെ ബി മാത്രമേ ഉള്ളൂ. ബി ആണ് അവസാനം 3 ദിവസം പണി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ പണി എത്ര ദിവസം കൊണ്ടാണ് തീർന്നിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ മുന്നത്തെ അതേപോലെ തന്നെ എഴുതണം. മുന്നത്തെ അതേ ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ എഴുതണം. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അതായത് എ ബി. എ 9 ദിവസം, എ 9 ദിവസം എടുത്തു. ബി എത്ര? 18 ദിവസം എടുത്തു. എടുത്തു എന്നല്ല, എടുക്കും. ഈ വർക്ക് ചെയ്ത് കഴിയാൻ, ഈ സെയിം വർക്ക് ചെയ്ത് കഴിയാൻ 9 ദിവസം എടുക്കും എ. അതേപോലെ ആ സെയിം വർക്ക് തന്നെ 18 ദിവസം എടുക്കും ബി ചെയ്ത് കഴിയാൻ. ഇനി ഇങ്ങനെ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ രണ്ടിൻ്റെ LCM കണ്ടുപിടിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ LCM എന്തായിരിക്കുന്നത് ഞാൻ പറഞ്ഞു മുന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ രണ്ടിൻ്റെ LCM ടോട്ടൽ വർക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ LCM എന്തായാലും 18ആണ്. 18ആണ് ടോട്ടൽ വർക്ക്. ഈ ഒരു ജോലിയുടെ ടോട്ടൽ വർക്ക് 18ആണ്. 18 വർക്കാണ്. ഇനി ചോദ്യം കണ്ടാൽ അറിയാം, ഈ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ ഈ ഈ 18 വർക്കുള്ള ജോലി 9 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? അത് കണ്ടുപിടിക്കാൻ ഈ 18ഉം 9ഉം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2 വരിക. അതായത് എ എന്ന് പറഞ്ഞൊരു വ്യക്തി 9 ദിവസം കൊണ്ടാണ് 18 വർക്ക് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 18/9 വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് 2 കിട്ടി. ഒരു ദിവസം എടുക്കുന്ന വർക്ക് 2 ആണെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി എന്താണ്? 2 തന്നെയാണ്. ഒരു ദിവസം ചെയ്യണ വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതും ബി 18 ദിവസം കൊണ്ടാണ് 18 വർക്ക് ചെയ്യുന്നതെങ്കിൽ 18 വർക്കല്ല, ഒരു വർക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിന് ഞാൻ 18 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 18 ദിവസം കൊണ്ടാണ് ഈ ബി ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു ദിവസം ഒരു വർക്ക് ചെയ്യും. അതായത് 18 ദിവസം കൊണ്ട് 18 വർക്ക് ചെയ്യുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 18/18 ഒരു വർക്ക്. 18/18 എത്ര? 1. അപ്പോൾ ഒരു വർക്ക്. അപ്പോൾ ഒരു ദിവസം ഒരു വർക്ക് ചെയ്യും. അതായത് ഈ 18 വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചാലും മതി. അതായത് ഈ 18ത്തെ ഒരു ഭാഗമാണ് ഒരു ദിവസം ബി ചെയ്യുക. അതായത് 18ത്തെ 2 ഭാഗമാണ് എ ചെയ്യുക ഒരു ദിവസം. അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി പഴയതിലേക്ക് കടക്കാം. അപ്പോൾ ചോദ്യത്തിൽ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എ പ്ലസ് ബിയുടെ നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ എ പ്ലസ് ബി പറയുമ്പോൾ എന്താ? അവിടുത്തെ എഫിഷ്യൻസി എന്തായിരിക്കും? ഈ എയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസിയും ബിയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി കിട്ടില്ലേ? എത്രയാ? 3. അപ്പോൾ ഈ ലെഫ്റ്റിത്തെ ആഡ് ചെയ്തു, എ പ്ലസ് ബി ആഡ് ചെയ്തു. അതേപോലെ തന്നെ റൈറ്റിത്തെ നമ്മൾ ആഡ് ചെയ്തു. 2 + 1 3. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. അവസാനത്തെ 3 ദിവസം ഇതാണെന്ന് വിചാരിക്കുക. ഇത് എക്സ് ഡേയ്സ് അല്ല, x-3 ഡേയ്സിന് എടുക്കാം. ഇത് x-3 ഡേയ്സ്, ഇത് അവസാനത്തെ 3 ഡേയ്സ്. ഈ 3 ഡേയ്സിൽ ആരാ വർക്ക് ചെയ്തിട്ടുള്ളത്? ബി മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് തൊട്ടിട്ട് ഇതുവരെ ബി മാത്രമാണ്. ഇത് തൊട്ടിട്ട് ഇതുവരെയോ എ പ്ലസ് ബി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിയുടെ വർക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. അപ്പോൾ 3 ദിവസം എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും. സിമ്പിളാ. അപ്പോൾ ഇവിടെ തന്നെ 3 വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് എത്രയാണ്? അടുത്തത് ബാക്കി
18 വർക്കിൽ 3 വർക്ക് ഇവിടെ തീർന്നു. ഇനി ബാക്കി 15 വർക്കുണ്ട്. ബാക്കി 15 വർക്കായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് എത്ര വർക്ക് എന്നും അറിയാം, ഒരു ദിവസം ചെയ്യണ വർക്ക് എത്രയാണെന്നും അറിയാം. അഥവാ എഫിഷ്യൻസി. വർക്കും എഫിഷ്യൻസി അറിയെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. വർക്ക് എത്രയാണ്? 15. എഫിഷ്യൻസി എത്രയാണ്? 3. അപ്പോൾ എത്ര? 5 days കിട്ടി. അപ്പോൾ ഇവിടെ 5 days കിട്ടി. ഈ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും എന്തായാലും നമുക്ക് കിട്ടും. കാരണം ഒരു ദിവസം 3 വർക്ക് ചെയ്യുമെങ്കിൽ 15 വർക്ക് ആവാൻ എത്ര വർക്ക് ചെയ്യണം, എത്ര ദിവസം ചെയ്യണം? ഒരു ദിവസം ഇത്ര വർക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസം ചെയ്ത് 3 ദിവസം ചെയ്ത് അങ്ങനെ 15 വർക്കോളം എത്തിക്കാൻ എത്ര ദിവസം ചെയ്യണമെന്ന് കോമൺ സെൻസിലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണെന്ന് പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ 15 ഡിവൈഡ് ബൈ 3 5 ദിവസം കിട്ടി. അപ്പോൾ ഇവിടെ 5 days കിട്ടി, ഇവിടെ 3 days ഓൾറെഡി അറിയാം. ചോദ്യത്തിൽ പറയുന്നത് ഈ വർക്ക് ചെയ്യാൻ മൊത്തത്തിൽ എത്ര ദിവസം എടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 5 മാത്രം എഴുതിയാൽ മതിയോ? അല്ല, 5 പ്ലസ് ഇവിടുത്തെ 3 എഴുതണം. അപ്പോൾ മൊത്തം 8 days ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.